So friends, welcome to day 17 and ഒരുപാട് ചാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബലൂൺ അത്ര രസകരമായെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലൈ ചെയ്യാനും പ്ലേഫുൾ ആവാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. സോ നമുക്ക് ഇനീഷ്യൽ ഒരു റിലാക്സേഷനിലേക്ക് കിടക്കാം. സോ കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് മഞ്ജു കണ്ണാടി മാറ്റിയില്ല. കണ്ണാടി ഇപ്പൊ ഫേസിന്റെ ഭാഗമായിപ്പോ അല്ലേ, ഉണ്ടെന്ന് തന്നെ അറിയണില്ല. ഇത് പല്ലിന് കമ്പി ഇട്ട പോലെ ആയി. ഓക്കെ, സോ ലെറ്റ്സ് റിലാക്സ്. റിലാക്സ് ചെയ്തിരിക്കുക. ഹോൾ ബോഡിയെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. From our toes, whole body അറിയുക. നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഏറ്റവും സുഖകരമായിരിക്കുന്ന നമ്മുടെ ബോഡി. ലൈഫിലെ എല്ലാ എക്സ്പ്ലോറേഷൻസിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നതും നേരിട്ട് നമ്മുടെ സെൻസറി ഡേറ്റയിലൂടെ അറിയാൻ പറ്റാത്തതുമായ കാര്യങ്ങളെല്ലാം കാഴ്ചയായും കേൾവിയായും അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിലെ അനുഭവങ്ങളായും നമ്മളിലേക്ക് എത്തിച്ച് നമ്മുടെ ശരീരം അതിലൂടെ അറിയാൻ കഴിയാത്തതിനെ സെൻസേഷൻസിലൂടെ നമ്മളെ അറിയിച്ചു തന്ന നമ്മുടെ ബോഡി, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡി. എത്ര പ്രഷ്യസ് ആണ് നമ്മുടെ ബോഡി. ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. ബോഡിയുടെ കോൺട്രിബ്യൂഷൻസിനെ എല്ലാം ഓർത്തുകൊണ്ട് അതിനെ വളരെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ അപ്രോച്ച് ചെയ്യുക ഹോൾ ബോഡിയെ. നമ്മുടെ കാലുകൾ
കാലിലെ വിരലുകൾ, പാദങ്ങൾ, ആങ്കിൾസ്, കാഫ് മസിൽസ്, രണ്ട് മുട്ടുകൾ, കാൽമുട്ടുകൾ, thighs, buttocks, genitals, whole hip area. അടിവയറ് മുതൽ താഴോട്ട് രണ്ട് കാലുകളും. നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഈ രണ്ട് കാലിലാണ് താങ്ങി നിർത്തുന്നത്. നമ്മളെ എഴുന്നേറ്റ് നിൽക്കാൻ, മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ നടു നിവർത്തി എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ ഭാഗത്തിന്റെ സപ്പോർട്ടിലാണ്. എസ്പെഷ്യലി യുവർ ഹിപ്പ് ഏരിയ, അടിവയറിലെയും ഹിപ്പിലെയുമായ നമ്മുടെ ആ മസിൽസ്, നമ്മൾ അധികം ഒന്നും ശ്രദ്ധിക്കാത്ത നമ്മുടെ ആ മസിൽസ്, അതൊക്കെ നൽകുന്ന കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. സോ ദാറ്റ് വി ക്യാൻ സ്റ്റാൻഡ് ടോൾ, നിവർന്ന് നിൽക്കാൻ. നമ്മുടെ മുഴുവൻ നടുവ്, സ്പൈൻ, നമ്മെ നിവർത്തി നിർത്തുന്ന നമ്മുടെ സ്പൈൻ, ലോവർ സ്പൈൻ, മിഡിൽ സ്പൈൻ ആൻഡ് അപ്പർ സ്പൈൻ. വയറ്, ഒരേ സമയം എന്തെല്ലാം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നു, അരയ്ക്കുന്നു, അതിൽ നിന്ന് വേണ്ടതെല്ലാം അബ്സോർബ് ചെയ്യുന്നു, വേണ്ടാത്തതിനെ തള്ളുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എത്ര ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നു നമ്മുടെ വയറ്. ഒരുപാട് നന്ദിയോടെ, സ്നേഹത്തോടെ കാണുക, അറിയുക. ആ സ്പേസിലുള്ള, വയറിന്റെ ആ സ്പേസിലുള്ള മറ്റ് അവയവങ്ങൾ അവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. കൃത്യമായി അവർ ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കാൻ വെയിറ്റ് ചെയ്യാതെ സ്വന്തമായി അതെല്ലാം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാണ്. ഇത്ര ഭംഗിയോടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവരെ ഓരോരുത്തരെ അങ്ങനെ ശ്രദ്ധിക്കുക. ലിവർ, കിഡ്നി, അങ്ങനെ എന്തെല്ലാം ഉണ്ട് അവിടെ. സ്പ്ലിൻ, മെല്ലെ മേലോട്ട് ഡയഫ്രം. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഡയഫ്രം, ശ്വാസകോശം, ഹൃദയം, എല്ലാം ഇരിക്കുന്നത് നമ്മുടെ നെഞ്ചിന്റെ സ്പേസ്. മോറോവർ നമ്മുടെ ജീവാത്മാ, പരമാത്മാവിൽ നിന്നുള്ള നമ്മൾ എന്ന ആ സ്പാർക്ക്, ചൈതന്യത്തിന്റെ ആ സ്പാർക്ക് കുടികൊള്ളുന്ന ആ സ്പേസ്. ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് സാധ്യമാവുന്ന കൽപ്പതരു എന്ന വൃക്ഷം കുടികൊള്ളുന്ന സ്പേസ്.
ആ സ്പേസിനെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ, അഡ്മറേഷനോടെ അവിടെ പ്രസന്റ് ആയിരിക്കുക, അറിയുക. മെല്ലെ ഷോൾഡേഴ്സ്, ഹാൻഡ്സ്, എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു. വാങ്ങുവാനും കൊടുക്കാനും എടുക്കാനും വെക്കുവാനും ഒക്കെ നമുക്ക് ഏറെ സഹായകമായ നമ്മുടെ കൈകൾ. ഷോൾഡേഴ്സും കൈകളും ഏറെ അഡ്മിറേഷനോടുകൂടി ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അതിന്റെ ഓരോ ഇഞ്ചും നമ്മളൊന്ന് അറിയുക. നമ്മുടെ കഴുത്ത്, തൊണ്ട, എക്സ്പ്രഷൻ സെന്റർ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരമുള്ള ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ, ഹെഡ്. അതിനെ ഈ നേർത്ത കഴുത്ത് അങ്ങനെ താങ്ങി പിടിച്ചിരിക്കുകയാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു ഭാഗത്തേക്കുള്ള ഇടനാഴി. ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ ശരീരം. സച്ച് ആൻ എഞ്ചിനീയറിംഗ് എക്സലൻസ്. അവിടെ നിന്ന് മുകളിലേക്ക് മുഖം, മുഴുവൻ തലയും ഒബ്സർവ് ചെയ്യാം. നമ്മളൊന്ന് ചുണ്ടുകൾ വിടർത്തി കവിളുകൾ ഒതുക്കി ഒരു പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് ആണ് ഒഴുകുന്നതെന്ന് പറയുന്നത്. എന്തൊരു മെക്കാനിസം ആണത്. ജസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ്. ചെറിയൊരു പുഞ്ചിരിയോടെ, മെക്കാനിസം ഓഫ് സ്മൈൽ ഒന്ന് മുഴുവനായി സെൻസ് ചെയ്ത് നോക്കൂ. നമ്മുടെ ചുണ്ടുകൾ അപ്പോൾ എന്താ ചെയ്യണേ, കവിളുകളിൽ എന്താ സംഭവിക്കണേ, നമ്മുടെ കണ്ണുകൾ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടുങ്ങുന്നുണ്ട്, നെറ്റിയില്. ആൻ ആക്ട് ഓഫ് സ്മൈൽ.
രസകരമായ ഒരു മെക്കാനിസം. Whole brain. സെക്കൻഡ്സിൽ ഒരുപാട് സിഗ്നൽസ് ഇങ്ങനെ പാഞ്ഞു പോവാണ് അതിൽ കൂടെ. ഞാനിപ്പോഴിതെല്ലാം പറയുന്നതും നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നതും അപ്പോഴുണ്ടാവുന്ന സെൻസേഷൻസും എവറിത്തിങ് ഇസ് സിഗ്നൽസ്. നമ്മുടെ ശരീരം എന്ന ഈ എക്സലന്റ് പീസ് ഓഫ് വർക്കിനെ എങ്ങനെയാ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, എങ്ങനെയാ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക? നോ വേർഡ്സ് ക്യാൻ. സച്ച് എ സ്കിൽ. Appreciate it completely. ദീർഘമായൊരു ശ്വാസം എടുത്ത് ദീർഘമായിട്ടൊന്ന് വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ നെഞ്ചങ്ങനെ വിടർന്നു വന്ന് അങ്ങനെ ചുരുങ്ങി പോകുന്നത് അറിയുക. ഒരു ശ്വാസം എത്ര കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു. ഏറ്റവും നാച്ചുറലായി അതിൻ്റെ നോർമൽ റിതത്തിൽ നമ്മുടെ ശരീരത്തിലെത്തി ഒഴുകിയിറങ്ങുന്ന ശ്വാസത്തെ നിരീക്ഷിക്കുക. ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നു, ശ്വാസം പുറത്തേക്ക് ഒഴുകി പോകുന്നു. മറ്റൊരു ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്നു, ശ്വാസം പുറത്തേക്ക് ഒഴുകി പോകുന്നു.
നമ്മുടെ ശ്വാസത്തിന്റെ പുറത്തെ ലൈനിങ് ആയ സ്കിന്നിൽ നമ്മൾ പലതും അറിയുന്നുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിലൂടെ അറിയുന്നു. പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഈ കാര്യങ്ങളും ശ്വാസം ഉള്ളിലേക്ക് എത്തി പുറത്തേക്ക് ഒഴുകുന്നത് നമ്മുടെ ചില ഇമോഷൻസിന്റെ അതിന്റെ സെൻസേഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതെല്ലാം അറിയുന്ന ഒരു ഇന്നർ ലൈനിങ്ങും നമുക്കുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ലൈനിങ്ങിൽ നമ്മൾ അതങ്ങനെ അറിയുന്നത്, നമ്മുടെ ഉള്ളിൽ അതങ്ങനെ സെൻസ് ചെയ്യാൻ കഴിയുന്നതിനെ സെൻസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തി ആഴങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് ഒഴുകി പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ തണുപ്പില്ലേ? അത് പുറത്തേക്ക് ഒഴുകുമ്പോൾ ചെറുതായി ചൂടുണ്ടോ? ഒബ്സർവ്. മൂക്കിനകത്തെ ആ നേർത്ത ലൈനിങ്ങിലൂടെ ബ്രത്ത് ഇങ്ങനെ മെല്ലെ സ്നേഹത്തോടെ സ്പർശിച്ച് ഒഴുകിയെത്തുന്ന അറിയാൻ പറ്റുന്നുണ്ട്. 2 നോസ്ട്രിൽസിലും നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാം. അത് മെല്ലെ നമ്മുടെ വായുടെ ബാക്കിലൂടെ തൊണ്ടയിലൂടെ അങ്ങനെ ഒഴുകി നെഞ്ചില് അതങ്ങനെ ഒഴുകി വയറിന്റെ ഭാഗത്ത് ഒക്കെ നമുക്ക് എന്ത് സെൻസേഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത്? അത് ആ ഇന്നർ ലൈനിങ്ങിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ശ്വാസം ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് ആഴത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ആ സ്വസ്ഥത, അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നു. ശ്വാസം ഉള്ളിലേക്ക് എത്തി പുറത്തോട്ട് ഒഴുകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഴങ്ങളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ആ സ്വസ്ഥത, നിശബ്ദത, ശൂന്യത, അതിന്റെ വ്യാപ്തി ഉള്ളിൽ അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക.
അറിയാതെ കടന്നു വരുന്ന ചിന്തകൾ, ചിന്ത വരുന്ന ഡയറക്ഷൻ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അത് നമ്മുടെ വലത്തുനിന്ന് ഇടത്തോട്ടാണോ സഞ്ചരിക്കുന്നത്? ഇടത്തുനിന്ന് വലത്തോട്ടാണോ? ഇതെങ്ങനെയാണ് ഈ ചിന്തയുടെ സഞ്ചാരം? ചിന്തകൾ വരുന്നവർ ചിന്തയുടെ ഡയറക്ഷൻ ഒന്നറിയാൻ ശ്രമിക്കുക. എവിടുന്ന് എങ്ങോട്ടാണ് അതിന്റെ യാത്ര? ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തി നമ്മിൽ നിറയ്ക്കുന്ന സ്വസ്ഥത. ശ്വാസം പുറത്തേക്ക് ഒഴുകുമ്പോൾ നമ്മളിൽ നിന്ന് ഏറ്റവും ക്ഷീണിച്ച അസ്വസ്ഥമായ എനർജി മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോകും. ശ്വാസം ഉള്ളിലേക്ക് നമ്മൾ ആഴത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന നിശബ്ദത. ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തി പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിൽ വന്ന് നിറയുന്ന ശൂന്യത. അതങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ തേർഡ് ഐയിലുള്ള അനുഭവങ്ങൾ എന്താണ്? ഭ്രൂമധ്യത്തിൽ തൃക്കണ്ണിന്റെ സ്പേസ്, രണ്ട് പുരികങ്ങളുടെ ഇടയിലുള്ള സ്പേസ്. അവിടെ ഒരു കവാടം തുറന്ന് നമുക്ക് മറ്റൊരു ലോകത്തേക്കുള്ളൊരു വഴി കാണിക്കുന്നുണ്ട്. മെല്ലെ അവിടെ കാണുന്ന കളറിലൂടെ, നിറത്തിലൂടെ, അവിടെ ഉണ്ടാവുന്ന സെൻസേഷൻസിലൂടെ, അനുഭവങ്ങളിലൂടെ ആ കവാടത്തിലൂടെ ആ ലോകത്തേക്ക് ഒന്ന് കടക്കാൻ ശ്രമിക്കുക. It's a very divine journey. It's very safe. നമ്മുടെ ശ്വാസം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ മാസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഭ്രൂമധ്യത്തിൽ തുറക്കപ്പെടുന്ന ഒരു പോർട്ടൽ, മറ്റൊരു ലോകം. അതെങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്? അതിൽ മുന്നോട്ട് നടക്കുക. വെളിച്ചമാണെങ്കിൽ അതിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുക. എന്താണോ അതങ്ങനെ. ഇരുട്ടാണെങ്കിൽ അതിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുക. എന്താണോ അവിടെ അനുഭവമാവുന്നത് അതിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുക. Just be with it.
അതിലൂടെ അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മുടെ ശരീരം കൊണ്ട് അറിയാൻ ശ്രമിക്കുക. ആ ലോകത്തോടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ പാദത്തിൽ എന്ത് സ്പർശമാണ് അനുഭവപ്പെടുന്നത്, എൻ്റെ ചുറ്റും എന്തൊക്കെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ കാണാൻ കഴിയുമെങ്കിൽ കാണുക. അതൊരു നോയിങ് ആയിട്ട്, ഒരു അറിവായി നമ്മളിലേക്ക് വരുന്നുവെങ്കിൽ അതങ്ങനെ അറിയുക. എങ്ങനെയാണോ ആ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ വരുന്നത്, അതിനെ അങ്ങനെ അറിഞ്ഞിരിക്കുക. നമ്മൾ കാണുന്ന ആ ലോകത്തിന്റെ ആ സ്പേസ്, നമ്മൾ അപ്പോൾ നിൽക്കുന്ന ആ സ്പേസിൽ നിന്ന് മുകളിലേക്ക് ഒരു പടിക്കെട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അത് പടിക്കെട്ടുകളായി അനുഭവപ്പെട്ടാൽ അതിലൂടെ മുകളിലേക്ക് കയറുക. അല്ല, നമുക്ക് മുകളിലേക്ക് അല്ലാതൊരു ഒഴുക്ക് പോലെ ആണ് അനുഭവപ്പെടുന്നെങ്കിൽ അങ്ങനെ ഒഴുകിക്കയറുക. നമ്മൾ പോകുന്നത് നമ്മുടെ മാസ്റ്ററിന്റെ സ്പേസിലേക്കാണ്, അബോർഡ് ഓഫ് അവർ മാസ്റ്റർ. മെല്ലെ ആ പടിക്കെട്ടുകൾ ആസ്വദിച്ച് കയറുക. അല്ലെങ്കിൽ മുകളിലേക്കുള്ള ആ ഒഴുക്ക് അറിഞ്ഞങ്ങനെ ഒഴുകുക. ഇനി കുറച്ച് സെക്കൻഡ്സ് ഞാൻ അവിടെ എത്തും. യെസ്, മാസ്റ്ററിന്റെ സ്പേസിൽ എനിക്ക് അങ്ങനെ ഒരു ഗുരുവിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ, അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ, എന്ത് ഫോമിലാണ്, എല്ലാം ഒന്ന് അറിയുക. ലൈറ്റായാണോ, ഒരു ഫിഗർ ഉണ്ടോ, ഒരു മാസ്റ്റർ ആണോ, പലരുണ്ടോ, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. അതങ്ങനെ നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ കഴിയുമ്പോൾ ഏറ്റവും റെവറൻസോടുകൂടി, ഏറ്റവും ഭക്തിയോടുകൂടി, ബഹുമാനത്തോടുകൂടി ആ സ്പേസിനെ ഒന്ന് വന്ദിക്കുക. ആൻഡ് മാസ്റ്റേഴ്സിനോട് ഇത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നതിന് നന്ദി അറിയിക്കുക. പ്ലാനറ്റ് എർത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഇതിലപ്പുറം ശക്തമായ ഒരു ടൂളില്ല.
അതിശക്തമായൊരു മനസ്സ്, ഇമോഷൻസ്, എല്ലാത്തിനും നന്ദി പറയുക. മാസ്റ്റർ ആ പ്രസൻസിൽ നമ്മുടെ ആ ഗൈഡിനോട്, ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന ആ ചൈതന്യത്തിനോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന ഉള്ളിലൊന്ന് അന്വേഷിക്കുക. എൻ്റെ ഉള്ളിൽ വരുന്ന ചോദ്യം എന്താണ്? വളരെ ഭക്തിയോടുകൂടി, ബഹുമാനത്തോടുകൂടി ആ സ്പേസിൽ സെറ്റിൽ ഡൗൺ ചെയ്ത് മെല്ലെ ആ ചൈതന്യത്തോട് നമ്മുടെ ഉള്ളിലുള്ള ആ ചോദ്യം ചോദിക്കുക. അത് തന്നെ അവിടുന്ന് എന്തുത്തരമാണ് കിട്ടുന്നത് എന്നറിയുക. ഉത്തരം നമ്മളിലേക്ക് ഒഴുകുന്നുവെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടെ അത് റിസീവ് ചെയ്യുക, അത് സ്വീകരിക്കുക. അവിടെ നിന്ന് ഉത്തരമായി ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഏറ്റവും ഉചിതമായ സമയത്ത് എനിക്ക് അതിന് ഉത്തരം എന്നിലൂടെ ഒഴുക്കണേ എന്ന് അഭ്യർത്ഥിക്കാം. ആ പ്രസൻസിൽ ആ ഡിവൈൻ എനർജി, ആ ഊർജം സ്വാംശീകരിച്ചുകൊണ്ട് ആ പ്രസൻസിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം.
ആ ഊർജം നമ്മുടെ ശരീരത്തിന്റെ ഓരോ പോഴ്സിലൂടെയും ഓരോ ദ്വാരങ്ങളിലൂടെയും നമ്മളിലേക്ക് എൻ്റർ ചെയ്ത് അത് നമ്മൾ നിറയുന്നത് അറിയുക. മാസ്റ്ററിന്റെ ആ സ്പേസിൽ നമുക്ക് ലഭിച്ചത് ഉത്തരമാണെങ്കിലും എനർജി ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും അതിനെ മുഴുവനായി നമ്മളിലേക്ക് റിസീവ് ചെയ്യുക. മെല്ലെ മാസ്റ്ററോട് നന്ദി പറഞ്ഞ് പടിക്കെട്ടുകൾ ഇറങ്ങാൻ തുടങ്ങുക. പടിക്കെട്ടുകൾ ഇറങ്ങി നമ്മുടെ ഭ്രൂമധ്യത്തിന്റെ തേടയുടെ സ്പേസിലേക്ക് എത്തുക. അതിലൂടെ നമ്മൾ തിരിച്ച് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടോട്ടൽ ഹെഡ് റീജിയനിലുള്ള ആ ഒരു എനർജി ഒബ്സർവ് ചെയ്യുക. മുഴുവൻ ശിരസിന്റെ ഭാഗത്തുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് അറിയുക. മെല്ലെ മുഴുവൻ ശരീരവും ഒബ്സർവ് ചെയ്യാം. ശരീരം മുഴുവൻ ഒന്ന് അറിയുക. അതിലൂടെ ഉണ്ടാകുന്ന സെൻസേഷൻസ്, അനുഭവങ്ങളെ അറിയുക.
മെല്ലെ കൈകാലുകൾ സ്ട്രെച്ച് ചെയ്ത് കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണിൽ വെച്ച് ഒരു പുഞ്ചിരിയോടെ കണ്ണു തുറക്കുക. സോ ഇതിന്റെ ഇടയിൽ ഓരോരുത്തര് ചാടി പുറത്തു പോകുന്നു, അകത്ത് വരാൻ ബഹളം കാണിക്കുന്നു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞ ആരെങ്കിലും അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് ഉണ്ട്. ഷീല. അതെ, പറയാം. ഞാൻ പറഞ്ഞില്ലേ കവാടം തുറന്ന് എൻട്രി ചെയ്ത് കയറാനായിട്ട് ട്രൈ ചെയ്യാനായിട്ട്, അന്നേരം എനിക്ക് വല്ലാത്തൊരു വോമിറ്റിംഗ് സെൻസേഷൻ ആയിരുന്നു. എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ആക്ച്വലി കൈയിന്റെയും കാലിന്റെ ഉള്ളിലൂടെ ഒരു പെയിനും വോമിറ്റിംഗ് സെൻസേഷനും. അന്ന് എനിക്ക് ഇരിക്കുന്ന പൊസിഷനൊക്കെ മാറാനും, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയോണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടായിരുന്നു, അതെല്ലാം മാറ്റി. കണ്ണു തുറന്നില്ല, പക്ഷേ എനിക്കൊരു ഇന്ററപ്റ്റ് ചെയ്ത് അത് ഒരു കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത പോലെ തോന്നി. പിന്നെ പൊസിഷനൊക്കെ മാറിയിരുന്നപ്പം എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ആണോ അത്, അതോ ഞാനിവിടെ കാലത്ത് സമയമായിട്ട് കാപ്പി കുടിച്ചിട്ടായിരുന്നത്, ഇനി അതിന്റെ അതാണോ എനിക്കറിയില്ല. അല്ലാതെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയായിരുന്നു. അത് നമ്മുടെ ഉള്ളിലെ ചെറിയ റെസിസ്റ്റൻസുകളാണ്. അത് നമ്മളുടെ ചില ബിലീഫ്സിന്റെ ഒക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു ബ്ലോക്സ് ആണ്. അതിൽ ടെൻഷൻ ആവണ്ട. ഇത് ഇനിയും ഇപ്പൊ നമുക്ക് അതിന്റെ ആ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അപ്പൊ ആ റെക്കോർഡിംഗ് വെച്ചിട്ട് ഒന്നുകൂടെ ശ്രമിക്കുക. അപ്പോഴും നമുക്ക് ആ എക്സ്പീരിയൻസ് വരുന്നെങ്കിൽ പലതവണ നമ്മൾ അതിലൂടെ നമ്മളെ മെല്ലെ മെല്ലെ സ്വയം സജസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഓക്കെ, ഞാൻ എന്റെ മാസ്റ്ററിനകത്തൊക്കെയാണ്, ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ എല്ലാ നിമിഷവും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്റ്ററെ ഒന്ന് മീറ്റ് ചെയ്യാനാണ്. ഇറ്റ് ഈസ് ഓക്കെ എന്ന് മെല്ലെ മെല്ലെ നമ്മളെ ഗൈഡ് ചെയ്യുക. അത് പല കാരണങ്ങളാകാം. അപ്പൊ അത് ഓരോന്നും പേഴ്സണൽ ആണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ സെൽഫ് ഗൈഡ് ചെയ്താൽ മതി, സജസ്റ്റ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. ചിലർക്ക് ചിലത് ഗിൽറ്റ് ആവാം, ചിലത് ഫിയർ ആകാം. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഗ്രിപ്പ് ചെയ്യുന്ന ഡെത്ത് ഫിയേഴ്സ് ആകാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതില്. പക്ഷെ അത് നമ്മൾ അതിനെ ഒരുപാട് അസസ്മെന്റിലേക്ക് പോകണ്ട. നമ്മളെ സെൽഫ് സജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ലീഡ് ചെയ്യുക. ഇറ്റ് ഈസ് റിയലി സേഫ്. ബാക്കി എക്സ്പീരിയൻസ് ചെയ്ത എല്ലാവരും ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. അപ്പൊ നമ്മളെ എന്താണ് എന്നുള്ളത് മെല്ലെ അറിയാൻ പറ്റും. എന്തായിരിക്കും എന്റെ മുന്നോട്ട് ബ്ലോക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് റിയലി ഫൈൻ എന്ന് സ്വയം നമ്മൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ നമുക്ക് കടക്കാം. നമ്മൾ 7 ബോഡീസ് പറഞ്ഞപ്പോ നമ്മള് ഒരു ബ്രിഡ്ജിൽ നമ്മളെ തന്നെ കുരുക്കി വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ചില ബ്ലോക്സ് ആണ്. ഇറ്റ് ഈസ് ഓക്കെ കേട്ടോ. പിന്നെ ഇനി ആരായിരുന്നു? ഓക്കെ, മീന മാഡം. Good evening, ma'am. It was a wonderful experience. Can you hear me? Yeah, sure. ഞാൻ പോയത് ഒരു പുഴയുടെ നടുകൂടിയാണ് പോയത്. അധികം വെള്ളമൊന്നുമില്ല, കാലിന്റെ പാദങ്ങൾ മാത്രമേ നനയുള്ളൂ. നല്ല പെബിൾസ് ഇട്ടതാണ്. പക്ഷെ മുമ്പില് ലോർഡ് ബുദ്ധ ഇസ് വാക്കിംഗ് ആൻഡ് ഐ എം ഫോളോയിങ് ജസ്റ്റ്. അങ്ങനെ സ്റ്റെപ്സ് ഒന്നും കണ്ടില്ല. കുറച്ചങ്ങനെ കയറി ഒരു എന്താ പറയാ പുൽത്തകിട് കണ്ടു. അങ്ങനെ കയറി മുകളിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം എനിക്ക് കുറച്ച് ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രകാശം മാറി വന്നു. Then I was there. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്. Then after some time I got the answer. ലവ് എന്ന് മാത്രം എനിക്ക് തോന്നി. Then I was there for some time. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നു.
പിന്നെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സെയിം വേ ഐ കെയിം ബാക്ക്. പിന്നെ തേർഡ് ഐയില് പറഞ്ഞപ്പോൾ ആദ്യം കുറച്ചൊരു അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, പിന്നെ നല്ല സ്പാർക്ക് കിട്ടി എനിക്ക്. ദെൻ ഹോൾ ബോഡിയില് ഒരു ഗോൾഡൻ ബീം ഓഫ് ലൈറ്റ് വാസ് going through. It was a wonderful experience. Thank you. Ma'am. Thank you for sharing. Ma'am. Asha. Yes, Asha madam. Good evening. പറയൂ. Ma'am, ഞാൻ ഇന്ന് Good evening. മെഡിറ്റേഷൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഈ പുരികത്തിന്റെ നടുക്ക് നമ്മൾ ഒരു കണ്ണുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? കണ്ണ്, ആ കണ്ണിന്റെ ഭാഗം ഗോൾഡൻ ആയിട്ടാണ് ഞാൻ കണ്ടത്. അത് തുറക്കുമ്പോൾ ഒരു വഴി കണ്ടു, അത് ഇടുങ്ങിയതാണ്, ചെറിയ ലൈറ്റോട് കൂടിയാണ്. അതിലെ കൂടെ പോകാൻ നേരത്ത് 2-3 കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു. ആ ദൂരം കൂടുതലായിരുന്നു ഇടുങ്ങിയ വഴി കൂടെ പോകാൻ നേരത്ത്. അപ്പോഴ് ഒരു ചെറിയ നെഞ്ചിടിപ്പുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു പിക്ചർ ഇങ്ങനെ വന്നു. ഈശോ കുരിശിൽ തറയ്ക്കുമ്പോൾ അനുഭവപ്പെട്ട വേദനകൾ ഒക്കെ എൻ്റെ ബോഡിയിൽ എന്തോ എഫക്റ്റ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടു. അപ്പം സ്റ്റെപ്പിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ രൂപം കാണാൻ പറ്റി. പിതാവ്, സ്വർഗ്ഗസ്നായ പിതാവിനെ പോലെയാണ് ഞാൻ കണ്ടത്. ആകാശം പോലെയാണ്, ഇങ്ങനെ വാതിൽ തുറന്നു കിടക്കുന്നു. ആ സ്റ്റെപ്പിൽ കയറാൻ നോക്കിയിട്ട് സ്റ്റെപ്പ് എത്തുന്നില്ല. പക്ഷെ ദൈവം അടുത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. പക്ഷെ വീണ്ടും കയറി അങ്ങ് എത്തിയപ്പോഴത്തേക്കും കണ്ടപ്പോ തന്നെ ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പോഴ് എന്താ ചോദിക്കേണ്ടതെന്നുള്ള അറിയത്തില്ല. കരഞ്ഞപ്പോഴത്തേക്കും നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറയുന്നു, എന്നെ കുറിച്ചെല്ലാം അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കരച്ചില്ല. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, സഹനം നിനക്ക് തന്നിരിക്കുന്നത് ഞാൻ സ്നേഹം, എന്നിലുള്ള സ്നേഹം നിനക്ക് തന്നത് സഹനത്തിലൂടെയാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ ഇങ്ങോട്ട് തിരികെ വന്നു. ആ ഇടുങ്ങിയ പാതയിൽ കൂടെ തിരികെ വരാൻ നേരത്തെ നല്ല വെളിച്ചമായിട്ടാണ് തോന്നിയത്. അപ്പം ഒരു സന്തോഷം, ഒരു ഭയങ്കര പവർ വന്ന പോലെ തോന്നി. ഭയങ്കര പവർ, ഇപ്പോഴും പവറായിട്ടിരിക്കുക. അങ്ങനെ തോന്നി മാം. അങ്ങനെ പവർഫുൾ ആയി ഇരിക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും ഭയങ്കര സാധാരണയുള്ള അത് ഇതെല്ലാം പോയി. ഭയങ്കര പവർ, എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു എനർജി വന്നിട്ടുണ്ട് ഇപ്പോഴാ ഇടുങ്ങിയ വഴി കൂടെ പോയിട്ട്. പിന്നെ തിരികെ വരാൻ നേരത്ത് ഇത് ആ തുറന്ന് ഓപ്പൺ ആയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ എനർജി കൂടി വന്നു. ഇപ്പോഴൊരു നല്ല പവർ, ഒരു ഇത്തിരി വേർപ്പും അല്ല, എന്നാ ചൂടും അല്ല, എന്തോ ഒരു പവർ, എന്തോ ഇപ്പൊ കല്ല് വേണമെങ്കിൽ പൊക്കാം, ആ രീതിയില് അങ്ങനെ വന്നു. എന്താന്നറിയത്തില്ല. നമ്മൾ ഉറക്കെ വിളിക്കുന്നത് ഗംഗേ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. These are all great experience കേട്ടോ. സോ അതിൻ്റെതായി റെസ്പെക്ട് ചെയ്യാം. These are all higher experience. നമ്മൾ അതിനെ എപ്പോഴും ഹയർ സ്റ്റേറ്റിൽ നിന്ന് വെൽക്കം ചെയ്യാണ് വേണ്ടത്. നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്, ഉള്ളിൽ നമുക്ക് ചെറുതായെങ്കിലും വരുന്ന ഡൗട്ട് നമ്മളെ കീഴോട്ട് പിടിച്ചു വലിക്കാൻ അതിശക്തമായ ഒന്നാണ്. സോ ഡോണ്ട് ഡൗട്ട് ഇറ്റ്. വാട്ട് എവർ വി എക്സ്പീരിയൻസ്ഡ്. ഇപ്പോ ആശ മാഡം പറയുമ്പോൾ ആ ചെറിയ ഇടവഴിയിലൂടെ നടന്നതും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ മീന മാഡം വെള്ളത്തിലൂടെ നടക്കുന്നു, പുൽത്തകടിയിലൂടെ നടക്കുന്നു. സോ വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് വിത്ത് അവർ ബോഡി ആൻഡ് ദിസ് ഈസ് അവർ സബ്ജക്ട് ടുഡേ. നമ്മള് 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് എക്സ്പീരിയൻസിലേക്ക് കടന്നുണ്ട്. സോ നമുക്ക് ഫർദർ പോകാനുള്ള ഇന്നത്തെ മെയിൻ നമ്മുടെ ടോപ്പിക് തന്നെ നമ്മുടെ ഈ ശരീരമാണ്. നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ IGA വണ്ടിയിലിട്ടേച്ച് ഓടിയ മൈൻഡിന്റെ കൂടെയായിരുന്നു. സോ നമ്മുടെ രഥത്തിന്റെ ആ ഒരു ഇമേജറിയിൽ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ രഥത്തിലേക്ക് തന്നെയാണ്. നമ്മുടെ ആ കഥയില് നമ്മൾ മുമ്പ് റെഫർ ചെയ്തിട്ടുള്ള ആ വീഡിയോയില് അങ്ങനെ മൈൻഡ്
കണ്ട ആ ഒരു വിഷ്വലിലേക്ക് ഇറങ്ങി ഓടിയപ്പോ ലോസ്റ്റ് ആയപ്പോ ഏറ്റവും സഫർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഐജിയോടൊപ്പം തന്നെ സഫർ ചെയ്യുന്നുണ്ട് വണ്ടിയും, അല്ലെ? അതായത് സൈഡിൽ കൂടെ പോണ വണ്ടികളൊക്കെ അവിടെ ഇവിടെയും തട്ടുന്നുണ്ട്, ഗ്ലാസ് ഒക്കെ പൊട്ടി ചെതറുന്നുണ്ട്, അങ്ങനെ പലതും വണ്ടിക്ക് നഷ്ടമാവുന്നുണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് വിത്ത് അവർ ബോഡി വെൻ അവർ മൈൻഡ് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ലോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. ആൻഡ് ദിസ് ബോഡി നമ്മൾ ഇന്ന് അതിനെ ഓരോ ഭാഗമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വെൽ സ്ട്രക്ചേർഡ് ആണ്. ഈ മൂക്കും കണ്ണും വായും ഒക്കെ ഇരിക്കേണ്ടടുത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്തുപോലെ ഇരുന്നേനെ. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കിടന്നിട്ട് അമ്മയുടെ മുഖം നോക്കുമായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു കിടന്നിട്ട് അമ്മയുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് പേടിയാവുമായിരുന്നു. എന്നുവെച്ചാൽ ചുണ്ട് മേലെ വരും. അമ്മ സംസാരിക്കുമ്പോൾ എന്തോ പോലെ ഏലിയൻ പോലെയൊക്കെ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ പേടിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് പേടി സിനിമകളിലോടുള്ള ക്രേസ് ആയിരിക്കാം. ഇങ്ങനെ വെറുതെ അങ്ങനെയൊക്കെ ഒന്ന് കണ്ട്. സോ ഇതൊക്കെ ഇതേ സ്ട്രക്ചറിലൊക്കെ നമ്മളെ വെച്ചിരിക്കുന്നത് എന്ത് രസമാണ് നമ്മളെയൊക്കെ കാണാൻ. അപ്പൊ ഒന്ന് ആ സ്ട്രക്ചർ, രണ്ട് ഇതിന്റെ കേപ്പബിലിറ്റീസ്. അവർ ബോഡി ഈസ് പ്യൂർലി ലൈക്ക് എ ചൈൽഡ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ. അതിന് നുണ പറയാൻ അറിയില്ല. മോനെ അച്ഛൻ അകത്തില്ല എന്ന് ആ അങ്കിളിനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറയും കുഞ്ഞ്? അച്ഛൻ അകത്തില്ല എന്ന് അങ്കിളിനോട് പറയാൻ പറഞ്ഞു എന്ന് പറയും, അല്ലെ? ഇതേ അവസ്ഥയാണ് നമ്മുടെ ബോഡി. നമ്മുടെ മൈൻഡ് ഇങ്ങനെ പല ഡ്രാമാസ് ഒക്കെ പ്ലേ ചെയ്യും. നമുക്ക് ചില താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹേർട്ടിങ് തന്നിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊരു പ്ലീസിങ്ങിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു മാനേഴ്സിന്റെ പുറത്തോ ഒക്കെ നമ്മൾ അവരെ പല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് ക്ഷീണിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്താലേ നമ്മുടെ ബോഡി പെട്ടെന്ന് ഇങ്ങനെ എനർജി ലോസ് ആവുന്ന. കാരണം നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് പുഷ് ചെയ്യുന്ന അനുസരിച്ച് മുമ്പോട്ട് നീങ്ങേയില്ല. നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന പട്ടിയുടെ അവസ്ഥയിൽ ഈ തൊടലിങ്ങനെ പിടിച്ച് വലിക്കണം, അത് വരികയില്ല. നമ്മൾ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മൾ നമ്മുടെ ബോഡിയെ കൊണ്ടുവരിക. ആ സമയം ലോഡ് ഓഫ് എനർജി ലോസ്. നമ്മൾ നമ്മുടെ ബോഡിയെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സിറ്റുവേഷനിലും അവർ ബോഡി നെവർ ലൈസ്. ഏത് സിറ്റുവേഷനിലും നമുക്ക് നമ്മുടെ ബോഡിയെ വിശ്വസിക്കാം. നമുക്ക് നമ്മളൊരു കാര്യത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബോഡി അതിനെ വല്ലാതെ ബോഡി സ്റ്റിഫ് ആവുന്നുണ്ട്, ബോഡി അതിനോട് റിജക്ഷൻ കാണിക്കുന്നുവെങ്കിൽ നമ്മൾ പൊതുവെ കഴിവതും പുറത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് ഒരുപാട് നമ്മുടെ എന്താ പറയാ ലോജിക്കൽ മൈൻഡിന് ഒരുപാട് റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ഓരോന്നിനെ ഇറങ്ങുമ്പോൾ പിന്നീട് നമുക്ക് തോന്നിയിട്ടുണ്ട് വേണ്ടാന്ന് തോന്നിയതായിരുന്നു. ദിസ് ഈസ് ഹൗ അവർ ബോഡി റിഫ്ലെക്ട്സ് തിങ്സ്. നമ്മുടെ എനർജി, ആ കോൺഷ്യസ്നെസ് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ ഈ ബോഡി. അത് ഡോക്ടർ ന്യൂട്ടൺ വളരെ ഭംഗിയായി ഒരു മെറ്റഫോറിലോട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഏറ്റവും ട്രാൻസ്പാരന്റ് ആയ ഒരു സീയിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പം നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മളുടെ റിയൽ സോഴ്സ് ബോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റും ഒരു കെട്ടിടും. വി ആർ അറ്റ് സീ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആ കടലിലേക്ക് എടുത്ത് ചാടി നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴെല്ലാം ഈ കോൺഷ്യസ്നെസ്സിന് നമ്മളോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ അത് ഈ ചരടിലൂടെയുള്ള വലികളായിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. സോ ദിസ് ടഗ് ഓൺ ദി സ്ട്രിങ് ഈസ് കമ്മ്യൂണിക്കേഷൻസ് ഫ്രം ദ കോൺഷ്യസ്നെസ്. അത് ഏറ്റവും ഈസി ആയി നമുക്ക് മനസ്സിലാവാവുന്നതാണ് നമ്മുടെ ബോഡി. കാരണം ബോഡി, അപ്പോ ബോഡിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിനൊരു ലാംഗ്വേജ് ഉണ്ടല്ലേ? അപ്പൊ ബോഡിയുടെ ലാംഗ്വേജ് എന്താ പറയാമോ? ഇന്ന് ആരെങ്കിലും നോബൽ സമ്മാനം അടിക്കുന്നുണ്ടോ? നോബൽ സമ്മാനം സുവർണ ചേച്ചി കൊണ്ടുപോയി. അപ്പോ നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് ആണ് സെൻസേഷൻസ്. ത്രൂ സെൻസേഷൻ നമ്മളിപ്പോ ഒരു കാസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട്. നമ്മൾ വളർന്ന ഇതുകൊണ്ട്, റിലീജിയൻ കൊണ്ട്, നമ്മുടെ കൾച്ചർ കൊണ്ട് ഒക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കുറച്ച് വിരോധമുള്ള ഒരു ആളുടെ കയ്യിലാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉണ്ണിയപ്പോ
അല്ലെങ്കിൽ നെയ്യപ്പം ഒക്കെ കണ്ട നമ്മുടെ ബോഡി പറയില്ല അല്ലെ, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ വായിൽ വെള്ളം വരും. നമുക്ക് കൊതി ഉണ്ടെന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബോഡിയിൽ നിന്ന് ആ സെൻസേഷൻ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് വരും. ഉണ്ണിയപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് വിരോധമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കണ്ടീഷണലി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണെങ്കിൽ ശരി, ഉണ്ണിയപ്പവും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അത് കണ്ടാൽ ഉടനെ നമ്മുടെ വായിൽ വെള്ളം വരും. ഇറ്റ്സ് വെരി ട്രൂ. ഇറ്റ്സ് ലൈക്ക് എ ചൈൽഡ്. ഹായ് ഉണ്ണിയപ്പം. സോ ദിസ് ഈസ് ഹൗ അവർ ബോഡി വർക്ക്സ്. അതേപോലെ ഈ നമുക്ക് ഓരോ ഇൻഫർമേഷൻ തരേണ്ട സമയത്താണ് നമ്മുടെ ബോഡി ഓരോ ടഗ് നമുക്ക് തരുന്നത്, ഓരോ വലി നമുക്ക് തരുന്നത്. ഇറ്റ് ക്യാൻ ബി ചെറിയ ചെറിയ തലവേദനയായിരിക്കാം, ചെറിയ ചെറിയ പ്രിക്കിംഗ് പോലത്തെ സെൻസേഷൻസ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ബോഡി പലപ്പോഴും അത്തരം സെൻസേഷൻസ് കാണിക്കാറുണ്ട്. ബോഡി കുഞ്ഞുങ്ങളെ പോലെയാന്ന് പറയുന്നതിന് അതും ഒരു ഉദാഹരണമാണ്. അതായത് കുട്ടികൾ നമ്മളെ രണ്ടുപേര് നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഒരു സ്ഥലത്ത് കണ്ടു, നമ്മൾ പബ്ലിക്കിൽ ഒരു സ്ഥലത്ത് പോയിരിക്കും, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ ഭയങ്കര സംസാരം, കുഞ്ഞ് കൂടെ നിൽക്കുകയാണ്. കുഞ്ഞിനെ ശ്രദ്ധിക്കണമെങ്കിൽ കുഞ്ഞ് ആദ്യം എന്ത് പറയും? കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം നമ്മളെ വന്ന് തോണ്ടും, അല്ലെങ്കിൽ ഷോളിൽ അല്ലെങ്കിൽ സാരിയിൽ അല്ലെങ്കിൽ ഷർട്ടിൽ പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വലിക്കും. ചെറിയ ഒരു ടഗ് നമുക്കറിയാം, എന്നെ ഒന്ന് നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന മട്ടില് കുഞ്ഞിങ്ങനെ നമ്മള് ഒരു മിനിറ്റ്, ദെൻ വി കണ്ടിന്യൂ ദ കോൺവെർസേഷൻ. അങ്ങനെ നിന്ന് കുഞ്ഞിന് ഇങ്ങനെ പിന്നെ ശ്രദ്ധ കിട്ടണില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞ് മെല്ലെ നമ്മളെ മാന്തുകയെ ചൊറിയേ തോണ്ടുകയൊക്കെ ചെയ്യും, ഇത്തിരി ശക്തമായിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ റെസ്റ്റ് നിക്കൂട്ടി ഒരു 5 മിനിറ്റ്. അപ്പൊ 1 മിനിറ്റ് 5 മിനിറ്റ് ആയി. കുട്ടിയുടെ ക്ഷമ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞെന്ത് ചെയ്യും? നമ്മളെ മെല്ലെ തട്ടാൻ തുടങ്ങും, അടിക്കാൻ തുടങ്ങും. കുഞ്ഞ് അവിടെ കിടന്ന് ഇച്ചിരി പരാക്രമങ്ങളൊക്കെ കാണിക്കും. അപ്പൊ നമ്മള് ഫ്രണ്ടിനോട് പറയും, ഇതാണേ ഇവനെയൊക്കെ കൊണ്ടുറങ്ങിയ ഒരു കാര്യം നടക്കില്ല, ഒരിടത്ത് ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മള് അതില് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തും. ക്ഷമ കിട്ടിയുമ്പോ കുഞ്ഞെന്ത് ചെയ്യും? നമുക്ക് തള്ളു വെച്ചിരും. അപ്പത്തേക്കും ഇങ്ങനെയാണോ സോഷ്യലി ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വഴക്ക് പറയാനുള്ളത്. എക്സാക്ട്ലി ഇതുപോലെയല്ലേ ശരീരം ചെയ്യണേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുമ്പോ നമ്മൾ വൈകി ഭക്ഷണം കഴിക്കാൻ വൈകി ചെറിയൊരു തലവേദനയായിട്ട് അതങ്ങനെ വരും. അതെ സമയമായിട്ടോ, ഭക്ഷണം കഴിക്കൂ. നമ്മള് പതുക്കെ അത് മൈൻഡ് ചെയ്യാണ്ടാവും. മെല്ലെ വയറുവേദനയായിട്ട് തുടങ്ങും. അതും ശ്രദ്ധിക്കാതിരുന്ന പിന്നെ അസിഡിറ്റി, നെഞ്ചരിച്ചില്, ചുമ, അപ്പൊ ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങി, എന്ന് വെക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം അങ്ങോട്ടും ഇല്ല, അൾസറാണോ, കുടല് ചുരുങ്ങിയോ, ആകെ ബഹളം. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിനെ ശാസിക്കണമല്ലോ, കുറെ മരുന്ന് അങ്ങോട്ട് കോരി ഒഴിക്കും, കുറെ അവിടെ കട്ട് ചെയ്ത് ഇവിടെ കുറെ കഷ്ണം വാരി അങ്ങോട്ട് കളഞ്ഞു ഇങ്ങോട്ട് കളഞ്ഞു. ദിസ് ഈസ് ഹൗ വി ട്രീറ്റ് ദ ബോഡി. But actually, body is communicating to us all the time. നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ല, നമ്മുടെ ബോഡിയുടെ അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വഴിയാണത്. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അനിയത്തി ആരാണെങ്കിലും നമ്മൾ സൈക്കിളിൽ അങ്ങനെ ട്യൂഷന് പോവാണ്, നമ്മൾ റോഡിൽ ഇറങ്ങി നിന്ന് നമ്മൾ കുട്ടിയെ സൂക്ഷിച്ച് അവിടെ എത്തണ്ടോന്ന് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോണ്ട് എല്ലാ ദിവസവും പെട്ടെന്ന് ഒരു സമയം എല്ലാ ദിവസവും പോണ വഴിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കുട്ടി ഒരു ഇടവഴിയിലേക്ക് പെട്ടെന്ന് കയറി. നമ്മൾ ഉടനെ സ്കൂട്ടർ എടുത്ത് പുറകെ ചെന്ന് കൊച്ചിന്റെ കൈയും കാലും ഒടിക്കുവോ? നമ്മൾ എന്ത് ചെയ്യും? ഒന്നിലേ കുട്ടി തിരിച്ചു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മെല്ലെ അന്വേഷിച്ച് തന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇപ്പോ വഴി മാറിപ്പോയേ എന്ന് ചോദിക്കും, ഇല്ലേ? ഇതല്ലല്ലോ വഴി, നീ എന്തിനാ ഈ വഴി എടുത്തേ? Why you are taking this route? Why you are diverted? പക്ഷെ നമ്മൾ നമ്മുടെ ബോഡി സിസ്റ്റത്തിനോട് ഇത് ചോദിക്കാറേ ഇല്ല. നേരാവണ്ണം പോണ കിഡ്നി, നേരാവണ്ണം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വയറ്, നേരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട്, ഇതൊക്കെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഡൈവേർഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ വടിയും കൊടയൊക്കെ ആയിട്ട് ആകെ അതിനെ വരട്ടാൻ തുടങ്ങും. വി ആർ നോട്ട് ആസ്കിങ് ഇറ്റ്, എന്ത് പറ്റി, ഇന്നെന്താ വഴിതെറ്റി പോവാൻ, വാട്ട് ഹാപ്പൻഡ്, ഞാൻ എന്താണ് കേൾക്കേണ്ടത്? ദർ ഈസ് ഓൾവേസ് മെസ്സേജ് ഫ്രം ദ ബോഡി. നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നോ ട്രീറ്റ് ചെയ്യേണ്ടെന്നോ അല്ല,
കേൾക്കാൻ വയ്യ. സ്റ്റക്കായി. സ്റ്റക്കായി. മാംസ് വീഡിയോ സ്റ്റക്ക് പോയി. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ശരി, ഇവിടെ അതിനിടയ്ക്ക് കണക്ഷൻ വിട്ടുപോയി. സോ നമ്മള് നമ്മുടെ ബോഡിയെ ഒരു സെക്കൻഡ്. കേൾക്കാൻ വയ്യ. ഓക്കെ. സോ നമ്മൾ നമ്മുടെ ബോഡിയെ വളരെ റെസ്പെക്റ്റോടുകൂടി നമ്മൾ അതിന്റെ സ്ട്രക്ചറിനെയും അതിന്റെ ഇന്റലിജൻസിനെയും ഒക്കെ നമ്മൾ അറിയുന്ന പോലെ തന്നെ നമ്മൾ അതിന്റെ ഭാഷ കേൾക്കാനും തയ്യാറാവണം. ദാറ്റ്സ് വാട്ട് വി കോൾഡ് സെൻസേഷൻസ്. ഈ സെൻസേഷൻസിലൂടെ അത് നമ്മളെ എപ്പോഴും സ്വസ്ഥമാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് അതിന്റെ സ്പോണ്ടേനിറ്റി, അതിന്റെ അബണ്ടൻസ്. ആ ജോയസ് സ്റ്റേറ്റിൽ the same way if our physicality also flows, we are in good health. So എന്തെങ്കിലും അവിടെ ഡൈവേർഷൻസ് വരുമ്പോ ഈ കയറിങ്ങനെ മെല്ലെ വലി വരും. നമുക്ക് ടിങ് ടിങ് അറിയില്ല എങ്കിൽ നമ്മൾ നേരെ എന്തെങ്കിലും സംശയമാണോ? കേൾക്കുന്നില്ല? കേൾക്കും? വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാം. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ റൈറ്റ്. എനിക്കൊരു 1 മിനിറ്റ് തരൂ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. സോ ബോഡി എപ്പോഴും നമുക്ക് സെൻസേഷൻസിലൂടെ നമ്മളോട് പലതും പറയുന്നുണ്ട്. നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള സെൻസേഷൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വി ആർ ഹാവിങ് നല്ല അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പാൻഡിങ് ആയിട്ടുള്ള ഹാപ്പി പ്ലസന്റ് മൊമെന്റ്സിലൂടെയാണ് നമ്മളിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണെങ്കിൽ ദർ ഇസ് സംതിങ് വി നീഡ് ടു ഒബ്സർവ് എന്നുമെല്ലാം നമുക്ക് ബോഡി ഇൻഡിക്കേഷൻസ് തന്നെയാണ്. സോ ആ ബോഡിയുടെ വിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഹീലിംഗ് ആണ് ഒരു വലിയ സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ് ലൂയി ഹേ. ലൂയി ഹേയുടെ ബുക്ക് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് പലരും കണ്ടിട്ടുണ്ടാവും. യു ക്യാൻ ഹീൽ യുവർ ലൈഫ്, ലൂയി ഹേ. ലൂയി ഇതിൽ മുഴുവൻ ശരീരത്തിന്റെ ആ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലൂയി സ്വയം ക്യാൻസർ ട്രീറ്റ് ചെയ്ത ഒരു ലേഡിയാണ്. സ്വന്തം ക്യാൻസർ സ്വയം ട്രീറ്റ് ചെയ്ത് വെളിയിൽ വന്നതാണ് അവര്. സോ ഷീ ട്രൈഡ് മെനി മെത്തേഡ്സ്. അതില് വാട്ട് ഷീ റിയലി ഫൈൻഡ് കട്ടായില്ലല്ലോ അല്ലേ? യെസ്. അപ്പൊ ലൂയി ഹേയുടെ കേൾക്കാം? ഇപ്പൊ കേൾക്കാം മാം. ബട്ട് മാമിന്റെ സ്ക്രീൻ ഇടയ്ക്ക് സ്റ്റക്ക് ആവും, ഓഫ് ആയി പോവും, പിന്നെ വരും. അങ്ങനെ സ്മൂത്ത് അല്ല. ഓക്കെ ഓക്കെ നൗ. റൈറ്റ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ വിസ്ഡം ബേസ് ചെയ്തിട്ടുള്ള
വർക്കാണ് ലൂയി ഹേയുടെ എല്ലാ വർക്കുകളും. സോ അവരുടെ അവരെ കുറിച്ചുള്ള ജീവചരിത്രം മുഴുവൻ, അവർ ചെയ്ത വർക്ക്സ് അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അവര് ചെറിയ പനിയാണെങ്കിലും ഹെഡേക്ക് അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ബോഡി ഹൗ ഇറ്റ് കൺവേസ്, അത് വളരെ രസകരമായി അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് ബോഡി ആ സമയം നമ്മളോട് പറയുന്നത്, അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡിയെ ആശ്വസിപ്പിക്കാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ലൂയി ഹേയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് കേട്ടോ. അപ്പൊ അത് വളരെ ഒരുപാട് പഴയ വർക്കാണ്. അതിന്റെ പുതിയ പുതിയ എഡിഷൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ലൈബ്രറീസിലൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആയിരിക്കും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം, നമ്മളെ ബോഡി നമുക്ക് ഇൻഡിക്കേഷൻസ് തരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്, സയൻസ് തരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ സപ്പോസ് ഒരു റിവേഴ്സ് സിറ്റുവേഷൻ ആണോ, നമ്മളൊരു സിറ്റുവേഷനിലാണ്, ഒരു മൈൻഡ് അവിടെ കംഫർട്ടബിൾ അല്ല ആദ്യം തന്നെ, ഇപ്പൊ നമ്മള് മനസ്സ് അസ്വസ്ഥമായ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ബോഡിയിലേക്ക് വരുന്നതുമായിക്കൂടെ? അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതാണ്. അതായത് നമ്മൾക്ക് ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ മിസ്ട്രീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആദ്യമേ ഡിമ്മാവുന്നത് നമ്മുടെ മൈൻഡ് ആയിരിക്കും. നമ്മുടെ മൈൻഡ് അവിടെ അസ്വസ്ഥം ഓൾറെഡി ആവുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മള് മൈൻഡിൽ ആ സമയം നമ്മളിൽ ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട്. ലൈക്ക് ഇന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഇറ്റ് ഈസ് എൻ ഓഫീസ്, നമുക്ക് പല കാര്യങ്ങളും സപ്രസ് ചെയ്യേണ്ടി വരും. നമ്മുടെ എന്താ പറയാ സർവൈവൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനേഴ്സിന്റെ ഭാഗമായിരിക്കാം. പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഓരോ സ്പേസിലും അതാത് കണ്ടീഷൻസ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി സ്ട്രാറ്റജീസ് പ്ലേ ചെയ്യും. നമ്മുടെ മൈൻഡ് ഇമ്മീഡിയറ്റ്ലി ആ വ്യക്തിയുടെ സൈറ്റ് കിട്ടി ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഉള്ളിൽ ആ സെൻസേഷൻ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് മെസ്സേജസ് വരുന്നുണ്ട്. യെസ്, ഒരു റിജക്ഷൻ വരുന്നുണ്ട്. ആ സെക്കൻഡിൽ തന്നെ പെട്ടെന്നൊരു സ്ട്രാറ്റജി വന്ന് അതിനെ കവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വിതിൻ സെക്കൻഡ്സ് നമ്മുടെ അറിവിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നടക്കും. പക്ഷെ നമ്മുടെ മനസ്സിന് ഈ സ്ട്രാറ്റജി പ്ലേ ചെയ്ത് അതിൽ നിന്ന് മെല്ലെ ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് ഹേർട്ട് ആയാലും അത് പുറത്ത് കാണിക്കാതെ നമ്മൾ കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് മെല്ലെ നമുക്ക് അതിൽ നിന്ന് ഊരാൻ പറ്റും. പക്ഷെ നമ്മുടെ ബോഡി ശ്രദ്ധിച്ചാൽ അത് അവിടെ സ്റ്റിഫ് ആയിരിക്കും. അതിന് വേറെ സ്ട്രാറ്റജീസ് പ്ലേ ചെയ്യാൻ അറിയില്ല. ദാറ്റ്സ് വൈ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഒബ്സർവേഷൻ ഓഫ് അവർ ബോഡി ഈസ് റിയലി ഈസി. വൺ തിങ്, ഇറ്റ് ഈസ് റിയലി ഗ്രോസ്, സോളിഡ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നന്നായി അറിയാം. സെക്കൻഡ് തിങ്, ദർ ഇസ് നോ ഡ്രാമ. അവിടെ സ്ട്രാറ്റജി പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇന്നത് സംഭവിച്ചു, ഇന്ന മാസ്ക് ഇട് എന്ന് അവിടെ ഇല്ല. ഇന്നത് സംഭവിച്ചാൽ അത് തന്നെ ബോഡി. നമ്മൾ സ്റ്റിഫ് ആയാൽ സ്റ്റിഫ് ആയതാണ്. നമ്മൾ അങ്ങനെ പ്ലേ ആണെങ്കിൽ ഭയങ്കര ഫ്ലോ ആണ്. നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായി ഹേർട്ടായി ഒരു തുള്ളി കണ്ണീര് ഇമ്മീഡിയറ്റ്ലി വരും. അപ്പൊ നമ്മൾ മേപ്പിട്ട് നോക്കി സൈഡിലേക്ക് നോക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിഴുങ്ങും. നമ്മുടെ തൊണ്ട ഭയങ്കര ഡ്രൈ ആവും. നമ്മൾ അത് കാണിക്കാതെ നമ്മൾ ഉള്ളിൽ നിന്ന് ആ വിതുമ്പിൽ വരുന്നത് അറിയാതെ നമ്മൾ ഇത്തിരി തുപ്പലൊക്കെ വിഴുങ്ങി ഒക്കെ വന്ന് നമ്മുടെ മൈൻഡ് പക്ഷെ അപ്പോഴെല്ലാം ബോഡി സിംറ്റംസ് കാണിക്കുകയാണ്. എനിക്ക് ഇവിടെ പെയിൻ ഉണ്ട്, എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും മൈൻഡ് ഉടനെ കൺട്രോൾ റിലാക്സ് എന്നിങ്ങനെ അവിടെ നിന്ന് ഇത് വരുന്നതനുസരിച്ച് മെല്ലെ നമ്മൾ ഓരോ എക്സ്പ്രഷൻ ഇട്ട് അതിനെ ഒന്ന് ശരിയാക്കിയെടുക്കും. ബട്ട് എക്സാക്ട്ലി ദ ബോഡി ഇമ്മീഡിയറ്റ്ലി ഷോസ്. ചിലര് വളരെ സെൻസിറ്റീവ്, അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് സ്റ്റേറ്റിലാണ്. അവരെന്ത് കളത്തരം കാണിക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. കാരണം അവരുടെ ബോഡി അത്രയ്ക്ക് എക്സ്പ്രസീവ് ആണ്, സോ മച്ച് എക്സ്പ്രസീവ്. അവര് അതിനെ എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും അവൻ ഡിമ്മായി. വേറെ ചിലര് ക്വിക്കായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ബോഡി ഈസ് ഇൻ പെയിൻ, ബോഡി സഫേഴ്സ്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഇറങ്ങുക. എനിക്ക് ശിവാനന്ദയിൽ വളരെ സില്ലി ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ഇതാണ്. ഞങ്ങളെ ഒരു ദിവസം നേച്ചർ വാക്കിന് കൊണ്ടുപോയി ശിവാനന്ദ ആശ്രമത്തിൽ യോഗ പഠിക്കുന്ന സമയത്ത്. ആ സമയം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സൺറൈസിന്റെ ആ സ്പേസിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എല്ലാവരും ഭജന പാടുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്ത ആ സ്പേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്
വി റിക്വസ്റ്റഡ് ഫോർ എ സെക്കൻഡ് ടൈം നേച്ചർ വാക്ക് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ നെക്സ്റ്റ് വീക്ക് അതേപോലെ ഒരു ദിവസം ഇറങ്ങി രാവിലെ ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ പടി ഇറങ്ങുന്ന സമയം മൈ ബോഡി ഈസ് റിയലി സ്റ്റിഫ്. എനിക്ക് ഈസി ആയിട്ട് ഇറങ്ങാനേ പറ്റണില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട് വാവ് ഇന്ന് നേച്ചർ വാക്കാണ്, ഇന്ന് നേച്ചർ വാക്കാണ്, ഇറ്റ്സ് റിയലി എക്സൈറ്റഡ്, ബട്ട് ബോഡി ഈസ് സ്റ്റിഫ്. ഇമ്മീഡിയറ്റ്ലി വെൻ ഐ ഒബ്സർവ്ഡ് ഇറ്റ്, ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുന്ന പോലെ എന്താ പ്രശ്നം, പോണ്ടേ, നമുക്ക് പോണ്ടേ എന്ന് ചോദിക്കാൻ തോന്നി. ഐ ജസ്റ്റ് ആസ്ക്ഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഫീൽ ചെയ്തത് നോ. അപ്പൊ ആസ് എൻ എക്സ്പെരിമെന്റ് ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്, കയ്യിൽ കുടയും ബോട്ടിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അതൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ പോയി അങ്ങനെ ഇരിക്കുന്ന ആ ഹാളിൽ പോയിരുന്നാണ് മെഡിറ്റേഷൻ ചെയ്തു. പക്ഷെ ബാക്കി കുറെ ഗ്രൂപ്പ്സിൽ ബാക്കി എല്ലാവരും അങ്ങനെ നടക്കാൻ കുറച്ച് പേരൊക്കെ ആയിട്ട് പോയി. കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഹാളിലുണ്ട്. അങ്ങനെ പോയി ഏകദേശം അവർ ഇറങ്ങി ഒരു 10 മിനിറ്റിൽ ഭയങ്കര മഴ. സോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി, എത്ര പെട്ടെന്നാണ് നമുക്ക് ആ മെസ്സേജസ് കിട്ടുന്നത്. നമ്മൾ അത്രയും ട്രാൻസ്പാരന്റ് ആയി നമ്മൾ ഇരിക്കാൻ, നമ്മൾ അത്രയും സെൻസിറ്റീവായി ഇരുന്നാൽ ഇറ്റ് കംസ് ടു അസ്. ഇങ്ങനെ ചെറിയ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിന്റെ പാത്ത് തന്നെ ഡിസൈഡ് ചെയ്യാവുന്ന വലിയ കാര്യങ്ങളായിക്കോട്ടെ, അതിന് ചെറുത് വലുത് വ്യത്യാസമില്ല. ഇറ്റ് കംസ് ടു അസ്. ബട്ട് ദ ഓൺലി തിങ് ഈസ് വി ജസ്റ്റ് നീഡ് ടു ലിസൺ. ഞാൻ ഈ ബോഡിയോട് സംസാരിക്കുന്ന, ബോഡി സെൻസേഷൻസിനോട് ഞാൻ സംസാരിക്കുന്ന സ്വഭാവം എനിക്ക് തുടങ്ങിയത് കേശുവിടം വയറ്റിലുള്ളപ്പോഴാണ്. കുഞ്ഞു വയറ്റിലുള്ള സമയത്ത് കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ച് ആ സമയം ബോഡി സെൻസേഷൻസ് ഒബ്സർവ് ചെയ്താണ് എനിക്ക് അങ്ങനെ ഒരു ശീലം. പക്ഷെ അത് പിന്നീട് അവിടെയൊക്കെ പോയപ്പോ അത് ആ ഒരു എന്താ പറയാ, നമ്മുടെ ബോഡിയെ തന്നെ കുട്ടിയായിട്ട് എടുക്കുന്ന ആ ഒരു രീതി വന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കൊച്ചു കൊച്ചു എക്സ്പീരിയൻസുകൾ വന്നിട്ടുള്ളത്. സോ വാട്ട് ഐ സേ ഈസ്, നമ്മുടെ ശരീരത്തിന് ചെറുതോ വലുതോ എന്നൊന്നും വ്യത്യാസമില്ല. ഇതെന്റെ ജീവിതത്തിലെ വലിയ ഇവന്റ്, ഇതൊരു കുട്ടിക്കാര്യം, അങ്ങനെ അതിന് സെപ്പറേഷൻസ് ഒന്നുമില്ല. എവറിവെയർ ഇറ്റ് ഈസ് എക്സാക്ട്ലി ആക്ടിങ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്. എന്താണോ അവിടെ ഉള്ളത് അത്. സോ ട്രസ്റ്റ് യുവർ ബോഡി, ഇറ്റ് നെവർ ലൈസ്. ആൻഡ് ഇഫ് യു ആർ ഇൻ ടു ഹീലിംഗ്, നമ്മള് ഓരോ ഹീലിംഗ് മോഡ്, ഇപ്പൊ തേറ്റ ഹീലിംഗ്, പ്രിയ തേറ്റ ഹീലിംഗ് ചെയ്യുന്നുണ്ട്, ഞങ്ങള് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അങ്ങനത്തെ ഇത് ചെയ്യുന്നുണ്ട്, സാർ വേറെ ഒരുപാട് മെത്തഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് ഹൗ ദിസ് സെൻസേഷൻസ് ആർ അപ്പിയറിംഗ് ഓൺ അവർ ബോഡി. നമ്മൾ എപ്പോഴും അവരോട് പറയാ എക്സ്പീരിയൻസ് വിത്ത് യുവർ ബോഡി. കാരണം നമ്മുടെ പാസ്റ്റ് ലൈഫിലെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സെല്ലുലാർ മെമ്മറീസിലുണ്ട്, കൊച്ചു കൊച്ചു സെല്ലുലാർ മെമ്മറീസിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണ്, നമ്മള് മരിച്ചു കഴിയുമ്പോൾ ഈ ബോഡി ഇവിടെ കളഞ്ഞിട്ട് പോവുകയല്ലേ, ഒന്നിലേക്ക് കുഴിച്ചിടും, നമ്മളെ ദഹിപ്പിക്കും. അപ്പൊ ഈ ബോഡിയിൽ സെല്ലുലാർ മെമ്മറി വെച്ചിട്ട് എന്താ കാര്യം? അതിന്റെ സയൻസ് ഉണ്ട്. നമ്മൾ മരിക്കുന്ന സമയം ഇങ്ങോട്ട് വന്ന, ഇപ്പൊ സാറിന്റെ ലിബറേറ്റീവ് വോയിസിലാണെങ്കിൽ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ, ഓരോ ലോകാസിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഡിഫറെന്റ് ബോഡീസ്. അപ്പൊ അതിലൂടെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിഫറെന്റ് ബോഡിയിലൂടെ നമ്മൾ നമ്മുടെ ഷെൽഫിൽ അടുക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ലൈഫ് എടുക്കുമ്പോൾ നമ്മൾ ഇതിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോ ഗാഡ്ജറ്റ് ആയിട്ട് നമ്മൾ പെറുക്കി ഇങ്ങോട്ട് എടുക്കും. അതായത് വേണ്ട കോൺഫിഗറേഷനിലാണെങ്കിൽ അപ്പപ്പോ വേണ്ട കാര്യങ്ങളും. അപ്പൊ തിരിച്ച് നമ്മുടെ ഈ ഗ്രോസ് ബോഡിയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ വീണ്ടും ആ സെല്ലുലാർ മെമ്മറീസ് നമ്മളിവിടെ വെക്കും. വൈ വി ആർ ക്യാരിയിങ് സെല്ലുലാർ മെമ്മറീസ്? ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ആക്സസ് ഓൺ സെൽസ്, ഓൺ ബോഡി. ഇറ്റ് ഈസ് ഗ്രോസ്, ഇറ്റ് ഈസ് സോളിഡ്, വി ക്യാൻ നോ ഇറ്റ്. സോ നമുക്ക് തെറാപ്പിസിലേക്ക് കിടക്കണമെങ്കിലും നമ്മൾ ഈ ബോഡിയോട് വളരെ സെൻസിറ്റീവ് ആവുന്നത്, ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻസ് അറിയുന്നത്, ബോഡിയോട് നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ്സ് നൈസ്. നമ്മളിപ്പോ അവിടെ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ മുട്ട് തട്ടുകയാണ്, ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി അതിനെ ഒന്ന് ഇങ്ങനെ തടവി കൊടുത്തിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ ഓടിപ്പാഞ്ഞ് നടക്കുകയല്ല, ചെറുതായിട്ടൊന്നും ഇങ്ങനെ എന്താ കാര്യം എന്നങ്ങനെ ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ എന്തെങ്കിലും ഇപ്പൊ വെള്ളം കൊണ്ടൊന്ന് തൂത്തു കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ അതിനെ ഒന്ന് കെയർ ചെയ്യാണ്. ഇറ്റ് ഇസ് ഓക്കെ. സോ അതിന്റെ ഇമ്പാക്ട് വളരെ ലൈറ്റർ ആയിരിക്കും പിന്നീട്. ഇഫ് വി ആർ ഗിവിംഗ് ലൈറ്റർ അറ്റൻഷൻ അറ്റ് ദ വെരി മൊമെന്റ്, ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. അത് കുഞ്ഞ് വീണ് കൈകാല് പൊട്ടുമ്പോ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ മരുന്നൊന്നും വെക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ ചെന്ന് സ്നേഹത്തോടെ കെട്ടി അങ്ങ് പിടിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്നൊരു റിലീഫില്ലേ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഇമ്പാക്ട് ഇസ് very important.
So treat your body like a child, consider it, sense it, speak to it, communicate to it. More than anything, listen to it. Listen. നമുക്ക് അങ്ങോട്ട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, but listen to it. അത് with feelings, with full of love. ഒരു ഡൗട്ട്. ഹലോ. Yes. ഇത് ഇപ്പൊ you said it communicate Jaya here. ഇത് communicating with the body എന്ന് പറഞ്ഞിട്ട് when you were talking to the body, ചിലപ്പോ how do you make out that it's the body and not the mind that is talking? ആക്ച്വലി നമ്മൾ അതിലെ സെൻസേഷൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. മൈൻഡ് ആയിക്കോട്ടെ ബോഡി ആയിക്കോട്ടെ, ആ സമയം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൈൻഡ് ആയിക്കോട്ടെ ബോഡി ആയിക്കോട്ടെ. ജസ്റ്റ് ട്രസ്റ്റ് ഇറ്റ് അറ്റ് ദാറ്റ് മൊമെന്റ്, എക്സ്പെരിമെന്റ് ഇറ്റ്. ഗ്രാജുവലി വി വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് അവർ ഇൻറ്റ്യൂഷൻ, വിച്ച് ഈസ് അവർ വിഷ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതെ ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ ബോഡിയിൽ നമുക്ക് പലതും പല തോന്നലുകൾ. ഇപ്പൊ നമ്മൾ ഇൻറ്റ്യൂഷനെ നമ്മുടെ ആ വിഷ്ഫുൾ തിങ്കിങ്ങിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബോഡി എക്സ്പീരിയൻസ്. പക്ഷെ ബോഡിയിലെ സെൻസേഷൻസ് ഇറ്റ് ഇസ് ട്രൂത്ത്ഫുൾ. നമ്മുടെ ബോഡി സ്റ്റിഫ് ആയാൽ അത് സ്റ്റിഫ് തന്നെയല്ലേ. അത് മൈൻഡിന്റെ പ്ലേ ആണെങ്കിലും ഇഫ് അവർ ബോഡി ഇസ് സ്റ്റിഫ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റിഫ്. ദർ ഇസ് സംതിങ് അൺപ്ലസന്റ് ഇൻ ഇറ്റ്. കൈ നമ്മളൊരു കാര്യം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈ വരുന്നില്ല, നമ്മൾ ആ കൈ അങ്ങനെ എടുക്കാൻ തോന്നുമ്പോൾ നമുക്ക് എന്തോ ഇങ്ങനെ ഭയങ്കര ഒരുപാട് എനർജി ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ട്. ദാറ്റ് ഷോസ് ദർ ഇസ് സം റെസിസ്റ്റൻസ്. എന്താണത് എന്ന് നമുക്ക് അതിനെ വാച്ച് ചെയ്യാം. അപ്പോഴും നമ്മളത് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ ഹാൻഡിൽ വിത്ത് കെയർ. വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ്? ഞാനിപ്പോ എടുത്ത എന്താണ് ആ എനർജി ഡിഫറൻസ് കാണിക്കുന്നത്? യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ. എല്ലാം നമുക്ക് എപ്പോഴും മനസ്സിലാവില്ല, പക്ഷെ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വി ആർ ആസ്കിംഗ് ടു യൂണിവേഴ്സ്. It will clarify, give time. പക്ഷെ എക്സ്പെരിമെന്റ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ബോഡിയെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ വെച്ച്. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ ആണ്, വിഷ്വൽ തിങ്കിങ് ആണ്. എങ്ങനെ അറിയാം? എക്സ്പെരിമെന്റ് ചെയ്തറിയാം. ചില ദിവസം തെറ്റിപ്പോകും. അത് പറയാം, ഓക്കെ ഓക്കെ ചമ്മലാണ്, ചമ്മൽ ഇസ് ദ വിങ്ങൽ ഓഫ് മൈൻഡ്, മംഗലം ഓഫ് ഫേസ് എല്ലാം പറയാം. അതിന് മുമ്പോട്ട് പോകും. അപ്പൊ അതങ്ങനെ ഓരോ ടൈം നമ്മളെ എക്സ്പെരിമെന്റ് ചെയ്ത് ഗ്രാജുവലി നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഇങ്ങനെയാണ് സംഭവം. പലപ്പോഴും വിഷ്വൽ തിങ്കിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റീസൺസ് ഉണ്ടാവും. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണ എന്തിനാ? അപ്പൊ എന്റെ മുമ്പിൽ ഒരുപാട് ഒരു ലിസ്റ്റ് ഓഫ് റീസൺസ് വരും. എനിക്ക് റീസൺ ഒന്നുമില്ല, പക്ഷെ അതിശക്തമായി ഇതാണ് ചെയ്യാൻ തോന്നുന്നത്. ചുമ്മാ ചെയ്തു നോക്കാന്നേ. മറ്റാർക്കും ദോഷമില്ലാത്ത കാര്യമാണെങ്കിൽ വെരി ബെസ്റ്റ്, ചുമ്മാ ചെയ്തേക്കാം. അപ്പൊ ഇനീഷ്യലി ദോഷകരമല്ലാത്ത കാര്യങ്ങളിൽ എക്സ്പെരിമെന്റ് ചെയ്യുക. പിന്നീട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പെട്ടു എന്ന് എഗ്രി ചെയ്തേക്ക, പിന്നെ ഫർദർ മുമ്പോട്ട് പോവുക. ഏറ്റവും രസകരമായിട്ട് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ റെവലേഷൻ എന്താണെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടും ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഐ ആം അലൈവ്. അതൊരു ഭയങ്കര യെസ്, ഇത് കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ ഞാനിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഐ ആം സ്റ്റിൽ ഓൺ ദിസ് പ്ലാനറ്റ്. So being alive in these experiences, in all the moments, അത് നമുക്ക് ഭയങ്കര precious ആണ്. മാം, ഞാൻ ഈ ഇൻറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ എന്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് ഇപ്പോ അത് റെലവെന്റ് തോന്നി, അതുകൊണ്ടാണ് പറയണേ. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇപ്പൊ മാം പറഞ്ഞില്ലേ ഇൻറ്റ്യൂഷന്റെ, ഇന്ന് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഐ വാസ് ഇൻ ദാറ്റ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലെത്തി. മാസ്റ്റേഴ്സിനെ കാണണ്ടോ നോക്കി. അപ്പോ ഞാൻ ഒരു വെളിച്ചത്തില് മാസ്റ്റേഴ്സ് കണ്ടത് രണ്ടുപേര് വിവേകാനന്ദ സ്വാമികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെയും പിന്നെ ഷിരിഡി ബാബ. ഞാനും സായിബാബയുടെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പോണെന്ന് തോന്നിയിട്ടുമില്ല. എന്താ അറിയില്ല, അവരെയാണ് കണ്ടത്. അപ്പൊ പിന്നെ ഞാൻ അവരെ പ്രണമിച്ച്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ തീറ്റ ഹീലിംഗിൽ ആക്ച്വലി ഓൾ ദീസ് മാസ്റ്റേഴ്സ് ആർ ഇൻ ദ 5th plane. Then we go up to the 7th plane to be with the creator. So I just started going up. അപ്പൊ ആ വൈറ്റ് ലൈറ്റിലെത്തിയിട്ട് ക്രിയേറ്ററിന്റെ അടുത്തെത്തി. ക്വസ്റ്റ്യൻ അവിടെയാണ് ചോദിച്ചത് ഞാൻ. അപ്പൊ മാം ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ടു ദ യൂണിവേഴ്സ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ്, എനിക്ക് ഈ ഇതിൽ കിട്ടുന്ന ഈ ബ്ലിസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈലൻസ്, കണ്ടെന്റ്മെന്റ്, സ്റ്റിൽനെസ് ഓൾ ദ ടൈം ഇങ്ങനെ കിട്ടും 24 hours. എന്ത് സർക്കംസ്റ്റാൻസിലും എന്ത് ട്രൈയിങ് സർക്കംസ്റ്റാൻസസ് വന്നാലും
ഈ ബ്ലിസ് എങ്ങനെ കിട്ടും, സമാധാനമായിട്ടിരിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടത്. അത് കഴിഞ്ഞിട്ട് കട്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു മാം എല്ലാരും വെയിറ്റ് ചെയ്യായിരിക്കും അത് ചോദിക്കാൻ വേണ്ടിട്ട്. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ആ ബ്ലിസ്സിൽ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോ തീരെ മാമിന്റെ ശബ്ദം കേൾക്കാണ്ട് നോക്കിയപ്പോ എന്റെ കമ്പ്യൂട്ടർ ഇതായിരിക്കുന്നു, മറ്റേ ചാർജ് പോയിട്ട് ഡിസ്കണക്ട് ആയി. സോ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഞാൻ ഭയങ്കര ടെൻഷനാവും, എനിക്ക് ഇറിറ്റേറ്റഡ് ആവും. ഐ വാസ് ഇൻ അങ്ങനെ നല്ല ഒരു സ്റ്റേറ്റിൽ ഇരിക്കുമ്പോ ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ബീറ്റ് കൂടും, എന്റെ തല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ, പക്ഷെ ദാറ്റ് ടൈം ഐ വാസ് വെരി കാം. എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഞാൻ പതുക്കെ പ്ലഗ് ചെയ്തു, പിന്നെയും പോയിട്ട് ലോഗിൻ ചെയ്തു, എൻറ്റർ ചെയ്തു. ഐ വാസ് കണ്ണടച്ച സെയിം സ്റ്റേറ്റിൽ അപ്പൊ തന്നെ കിട്ടി. സോ ഐ ഗോട്ട് ദ ആൻസർ ഇമ്മീഡിയറ്റ്ലി. അല്ല, ആൻസർ ആദ്യം കിട്ടിയിരുന്നു. എന്താ ആൻസർ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് കണ്ടിന്യൂ മെഡിറ്റേറ്റിംഗ്, അതായിരുന്നു ആൻസർ കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാം പറഞ്ഞ ഒരു വിഷ്വൽ തിങ്കിങ് ആണോ ഇത്, ഇങ്ങനെ പത്രിജി പണ്ട് പറഞ്ഞ മാതിരി അതെന്റെ തലയിൽ കിടന്നിട്ടോ അങ്ങനെ അതായിരിക്കും ആൻസർ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് പറയാണോ എന്ന് ആ ഒരു സംശയം തോന്നിയ ഉടനെയാണ് ഡിസ്കണക്ട് ആയത്. അപ്പൊ തിരിച്ച് വന്നിട്ട് എനിക്ക് at the same time I was in the same state കണ്ണടച്ചപ്പോ, and I was very calm throughout also. So I got the answer immediately. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. Forgive me. Thank you. ഈ ഷെയറിങ്സ് നമുക്ക് വളരെ നല്ലതാണ് ഓരോരുത്തർക്കും. ഇതില് വളരെ രസകരമായ ഒരു ഫാക്ടർ ഉള്ളത് എന്താ വെച്ചാല്, മാസ്റ്റേഴ്സ് നമ്മൾ വളരെ സട്ടിൽ ലെയറിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ അങ്ങോട്ട് എഗ്രി ഇല്ല, ഡൗട്ടാണ്, ഇതിപ്പോ ഞാൻ കഥ ഉണ്ടാക്കിയതായിരിക്കും. നമ്മളിങ്ങനെ നമ്മുടെ ലോജിക് മൈൻഡ് വെച്ച് അനലൈസ് ചെയ്ത് ഞാൻ അവിടെ കേട്ട കഥയായിരിക്കും, ഇത് ഞാൻ ഇന്നലെ കണ്ട സിനിമ എന്നുള്ള കഷ്ണമല്ലേ. ഇങ്ങനെ നമ്മൾ പലതും ആലോചിച്ചിട്ടും നമ്മൾ അതിനെ ഡൗട്ട് ചെയ്യും. ഇത് ഡൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ഗ്രോസ് ലെയറിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഇപ്പൊ ചെറിയ രീതിയിൽ, അതായത് കമ്പ്യൂട്ടർ കട്ടായുള്ളൂ, സ്റ്റിൽ ഇറ്റ്സ് ജസ്റ്റ് അൺപ്ലസന്റ് എക്സ്പീരിയൻസ്. ഇതിലൂടെയാണ് നമുക്ക് എക്സ്പീരിയൻസിലൂടെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ കുറ്റം പറയും. ഇതാണ് എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദൈവമേ എനിക്ക് സ്വസ്ഥത പറഞ്ഞിട്ടില്ലേ, നേരത്തെ കാലത്തെ കാര്യം പറഞ്ഞതല്ലേ, മറ്റേ വീട് കത്തുമ്പോ ഓരോരുത്തരായിട്ട് അയക്കുന്ന പോലെയാ. നമ്മളോട് നേരെ ചൊവ്വയെ കാര്യം പറയുമ്പോ നമ്മൾ ഇങ്ങോട്ട് എടുക്കില്ല, ഇങ്ങോട്ട് കേറില്ല, നമ്മൾ സെൻസ് ചെയ്യില്ല. നമ്മുടെ സെൻസേഷൻസ് ഡ്രൈ ആക്കി വെക്കും, ഉറപ്പിച്ചു വെക്കും. നമ്മുടെ സെൻസിറ്റിവിറ്റിയൊക്കെ നമ്മൾ ഹാർഡൻ ചെയ്ത് വെക്കും, ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, മെല്ലെ വന്നിട്ട് കുഞ്ഞ് ആദ്യം ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് പിന്നീട് തോണ്ടിയിട്ട് പിന്നീട് ഒരു തള്ളു വെച്ച് തന്നെ പോലെ അങ്ങനെ ഊക്കിന് കിട്ടുമ്പോ നമ്മള് എന്താ സംഭവം എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും അതിനാണ് നമ്മൾ നമ്മളെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ പിൽ ഓഫ് ചെയ്ത് മെല്ലെ മെല്ലെ സട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അതങ്ങനെ സട്ടിലിറ്റി നമ്മൾ അറിഞ്ഞ് നമുക്ക് എപ്പോഴും ഈ വാക്കിങ്ങിലും ജീവിതത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. സ്വാമി വിവേകാനന്ദ ഇപ്പൊ മെൻഷൻ ചെയ്തുകൊണ്ട് പറയാണ്, അദ്ദേഹം പറഞ്ഞതാണ് ജീവിതത്തിൽ നമ്മുടെ കർമ്മത്തിലും മെഡിറ്റേഷൻ ചെയ്യാൻ, കർമ്മത്തിലും ധ്യാനമായിരിക്കൂ. എങ്ങനെ നമുക്ക് ചെയ്യാം, നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മളുമായി കണക്ട് ചെയ്തിരിക്കൂ. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, നമ്മളൊരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുമായി കണക്ട് ചെയ്തിട്ട് ചെയ്യൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് വേണ്ടതാണോ എനിക്ക് വേണ്ടാത്തതാണോ നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ നന്മകൾ കൈവിട്ടു പോകില്ല, നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൈവിട്ടു പോകില്ല. Connect back to ourselves. Whatever you do connecting to yourself. അപ്പൊ നമ്മൾ അത് റിയലി എക്സ്പീരിയൻസ് ചെയ്യും, മൊമെന്റ് ബൈ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ സട്ടിലിറ്റീസ്, അതിന്റെ നേർമകളൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ ചെറിയൊരു ടച്ച്, അവരിങ്ങനെ കൈ അനക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൂടെ അതിങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതും ഭയങ്കര ബ്ലിസ് ആയിട്ട് ഫീൽ ചെയ്യും. വാവ്, കാരണം ഇത് നമ്മൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തില്ലേ, ഇതെന്തായിരുന്നു സംഭവം. അതേപോലെ നമ്മുടെ അച്ഛനമ്മമാര്, അവർക്ക് വയ്യ അല്ലെങ്കിൽ അവരൊന്ന് നമ്മളെ കൈ പിടിച്ച് നടത്തുമ്പോ ആ കൈയിന്റെ ചൂട്, അവരുടെ സ്കിന്നിന്റെ ചുളിവ്, ഇതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മ, നമ്മളതിങ്ങനെ ആ ടെമ്പറേച്ചർ, ആ ടച്ച്, അതിലൂടെ അവരാ നടപ്പ്, അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ അവര് മുമ്പ് എങ്ങനെ നടന്നിരുന്നു ഇപ്പൊ നടക്കണത്. സോ കാലത്തിന്റെ വ്യത്യാസം, സ്റ്റിൽ ഐ എം ലക്കി, ഐ എം ഹാവിംഗ് ദം, ഈവൻ നൗ ഐ എം ഹാവിംഗ് ദം. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങള്
അല്ലെങ്കിൽ അതാണ് നമ്മുടെ കൂടെയുള്ള കുട്ടി ആയിക്കോട്ടെ, വലിയ ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനിബഡി, അല്ലെങ്കിൽ ലൈഫിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സിറ്റുവേഷൻസ്, നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ ചെന്നു, കടകളിൽ ചെന്നിരുന്നത്, അതിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ് അവിടെ എടുക്കുന്നത്. ഹ്യൂമൻസ് ആർ സോ പൊട്ടൻഷ്യൽ. എന്തൊക്കെയാ ഉണ്ടാക്കി വെക്കുന്നത്. സോ കടയിലെ ഷെൽഫിലോട്ട് നോക്കിയാൽ ഇല്ലാത്ത സാധനമില്ല. എന്തൊക്കെ കളറിൽ, എന്തൊക്കെ ഷേപ്പിൽ, കുറെ പറ്റിപ്പ്, കുറെ സത്യം. പക്ഷെ ഇതെല്ലാം ക്രിയേഷൻ. നമുക്കതിങ്ങനെ കാണുമ്പോ, നമ്മൾ ആ സബ്റ്റിലിറ്റിയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇൻക്രെഡിബിൾ ഹ്യൂമൻസ്. സോ എവറിത്തിങ്, ആനിമൽസ്, ഇൻസെക്ട്സ്, ഡിഫറെന്റ് ലീഫിന്റെ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് ഓഫ് കളേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ സട്ടിലിറ്റിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയ സന്തോഷമാണ്. പക്ഷെ സന്തോഷത്തിൽ പോയി ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക. എപ്പോഴും എനിക്ക് സന്തോഷം മാത്രം. നമ്മുടെ മുമ്പിലേക്ക് എന്ത് വരുമ്പോഴും അതിന്റെ സട്ടിലിറ്റിയിൽ അതറിയാം. ഓഷോ പറയുന്നത് ഭയങ്കര രസമാണ്. നിങ്ങളുടെ മുമ്പിൽ എന്തിപ്പോ വന്നാലും, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിപ്പോ ആസ്വദിച്ചോളൂ. കാരണം അടുത്ത മൊമെന്റിൽ അത് കിട്ടില്ല. നമ്മള് ലഡു ആസ്വദിക്കുന്ന പോലെ തന്നെ അച്ചാറും ആസ്വദിച്ചോളൂ. അത് നല്ല മധുരാണെങ്കിൽ ഇത് നല്ല എരിയ. ഇതിങ്ങനെ തൊട്ട് നക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതകത്തേക്ക് പോയാൽ തീർന്നു, പിന്നെ കിട്ടില്ല. സോ സെയിം ആണ് ലൈഫിലെ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്കൊരു പെയിൻ വന്നോ, ഓക്കെ, പെയിനിന് അതിന്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് ആസ്വദിച്ചോളൂ. അടുത്ത മൊമെന്റിൽ ഇല്ല, പിന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിക്കരുത്. സോ ദാറ്റ്സ് ലൈഫ് ഈസ്. സോ we have such beautiful instruments with us. നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വണ്ടിയായി, ഓടിക്കുന്ന ആളായി, നമ്മുടെ കുതിരകളായി. എന്താ അല്ലേ, റിച്ച് ആണ്, അബണ്ടന്റ്. ഇനി ഞങ്ങളുടെ ഓടിയാ മതി. അപ്പോ ലെറ്റ്സ് കൺക്ലൂഡ് ഫോർ ദിസ്. ഇന്നത്തേക്ക് നമുക്ക് ആവാം. ചെറുതായി ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് പിരിയാം. ഓക്കെ. സോ ഇതിൽ വളരെ കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയണമെന്നുണ്ട്. ഇതൊക്കെ ഈ എന്താ പറയാ, നമ്മൾക്ക് ഓരോരോ ലെവലിലേക്ക് കടക്കാൻ പറ്റുന്നതും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷമായിരിക്കും. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ബോഡി, അതിനെ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇത്രയും സംഭവമൊന്നും നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല. അതിനെ മുഴുവനായിട്ട് അങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ വളരെ സത്യസന്ധമായ നമ്മുടെ ബോഡി. ഇറ്റ് ക്യാൻ നെവർ ലൈ. അത് വിചാരിച്ചാൽ കൂടെ അതിന് പറ്റാത്ത അത്ര ഇന്നസെൻസ്. പാവം. അതിന് മുഴുവൻ നിഷ്കളങ്കതയോടും കൂടി നമ്മുടെ ആ ബോഡി ഒന്ന് കാണുക. It's truthfulness, honesty. But potential to bring all the messages to us. ഏത് ലെവലിലുള്ള മെസ്സേജസ് ആണെങ്കിലും വളരെ ഈസി ആയി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ബോഡി ആൻഡ് ഇറ്റ്സ് ലാംഗ്വേജ്, ദ സെൻസേഷൻ. ജസ്റ്റ് ഒബ്സർവ്, ബി വിത്ത് യുവർ ബോഡി ആൻഡ് ബി വിത്ത് all the sensations that our body is experiencing right now. ഈ സമയം, ഈ നിമിഷത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ നടക്കുന്ന എല്ലാ അനുഭവങ്ങളും, എല്ലാ സെൻസേഷൻസും അതങ്ങനെ അറിയാൻ ശ്രമിക്കുക. തലയുടെ ഉച്ചിയില് എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നത്? ഉച്ചി മാത്രം ശ്രദ്ധിക്കുക. ഫുൾ അറ്റൻഷൻ, ക്രൗൺ ഓഫ് യുവർ ഹെഡ്. മുഴുവൻ തലയും ശ്രദ്ധിക്കുക. തലയുടെ മുകൾ ഭാഗം, പുറകുഭാഗം, വശങ്ങൾ, കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം,
ആ സെൻസേഷൻസ് അറിയുക. പൂർണ്ണമായ ശ്രദ്ധ നെറ്റിയിലേക്ക് കൊണ്ടുവരിക. നെറ്റിയിൽ എന്താണ് അറിയുന്നത്? പിരികത്തിന്റെ മുകൾ ഭാഗം. എന്തൊക്കെയാണ് അവിടെയുള്ള അനുഭവങ്ങൾ? എന്തൊക്കെ സെൻസേഷൻസ് ആണുള്ളത്? രണ്ട് പിരികങ്ങളുടെ നടുക്ക് ഭ്രൂമധ്യത്തിൽ എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഓരോ പിരികങ്ങൾ, ഇടതും വലതും പിരികങ്ങൾ പിരികങ്ങൾ അറിയാൻ ശ്രമിക്കുക. രണ്ട് കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന കൺപോളകൾക്കകത്ത് നമുക്ക് എന്ത് സെൻസേഷൻ ആണുള്ളത്? മൂക്ക്, മൂക്കിന്റെ ടിപ്പ്, മൂക്കിന്റെ അറ്റം, മൂക്കിന്റെ അകവശം, ഇടത്തെ കവിൾ, വലത്തെ കവിൾ, മാറി മാറി ഒബ്സർവ് ചെയ്യുക. മൂക്കിന്റെയും ചുണ്ടിന്റെയും ഇടയിലുള്ള ഭാഗം, മീശയുടെ ഭാഗം. അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ്, മുകളിലെ ചുണ്ട്, താഴത്തെ ചുണ്ട്. വായ്ക്കകം, പല്ലുകൾ, രണ്ട് ജോസ്, അപ്പർ ജോ, ലോവർ ജോ, നാക്ക്, അതിനകത്തൂടെ താഴേക്ക് തൊണ്ടയിലൂടെ ആ സെൻസേഷൻ അറിയുക. തൊണ്ടയ്ക്കകത്ത്, കഴുത്ത്, ചെവികൾ, ഇടത്തെ ചെവി, വലത്തെ ചെവി. ചെവിക്കകം, തൊണ്ടയുടെ അകവശം, അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഷോൾഡർ, പൂർണ്ണ
പൂർണ്ണമായും അവിടെയുള്ള ഓരോ അനുഭവങ്ങളെയും മൈന്യൂട്ടായി അറിയാൻ ശ്രമിക്കുക. അതങ്ങനെ അനുഭവിക്കുക. നെഞ്ചിനകം ആ സ്പേസ് വയറ് പുറകിലായി അപ്പർ ബാക്ക്, മിഡിൽ ബാക്ക്, ലോവർ ബാക്ക്. അതങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നട്ടെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ തൊലിക്കകത്ത്, മാംസത്തിനകത്ത്, എല്ലുകൾക്കകത്തുള്ള ആ സ്പേസ്. അതിനകത്തെ അവയവങ്ങൾ. അടിവയർ, ടോട്ടൽ ഹിപ്പ് ഏരിയ, അരക്കെട്ട്, genitals, buttocks, ആ ഇരിപ്പിടത്തിൽ അങ്ങനെ സ്വസ്ഥമായിരിക്കും നമ്മുടെ ബട്ടക്സ് ആൻഡ് തൈസ്. ഇവിടേക്കുള്ള സെൻസേഷൻസ് എന്താണെന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തകൾ തോന്നുന്നുണ്ടെങ്കിൽ ചിന്ത വരുന്നത് എവിടെ നിന്നാണ്, ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, അതിന്റെ ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇടത്തുനിന്ന് വലത്തോട്ടാണോ, വലത്തുനിന്ന് ഇടത്തോട്ടാണോ, ഇത് ഏത് വഴിക്കാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? നല്ല ശ്രദ്ധ തൈസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ബട്ടക്സ് ആൻഡ് തൈസ്, ശ്രദ്ധ മുഴുവനായി അവിടെ നൽകുക. രണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമ്പോ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കാല് തൂക്കിയിടുമ്പോ മുട്ടിനകത്ത് സെൻസേഷൻസ് എന്താണ്? മുട്ടിന്റെ കീഴ്ഭാഗത്ത് എന്താണ് അനുഭവപ്പെടുന്നത്? calf muscles, കണങ്കാൽ, രണ്ട് പാദങ്ങൾ, കാൽവിരലുകൾ, വിരലുകൾ ഓരോന്നും വിടർത്തി ഓരോന്നോരോന്നായി അറിയാൻ ശ്രമിക്കുക.
ഈ മനോഹരമായ ഈ സ്ട്രക്ചറിനെ അകത്തേക്കും പുറത്തേക്കുമായി കണക്ട് ചെയ്യുന്ന ബ്രെത്ത്. അനദർ ഡിവൈൻ മെക്കാനിസം. അകം ലോകവും പുറം ലോകവുമായുള്ള കണക്ഷൻ. ശ്വാസം ഉള്ളിലേക്ക് ഒഴുകിയെത്തി നമ്മുടെ ഉള്ളിൽ നിറച്ച് പുറത്തോട്ട് ഒഴുകി പോകുന്നു. അതങ്ങനെ വന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സെൻസേഷൻസ്, ഇത് വന്ന് നിറയുമ്പോൾ ശരീരം എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകുമ്പോൾ ശരീരം എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശ്വാസം അങ്ങനെ ഒഴുകിയെത്തി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഊർജ ലെവലിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന്റെ സട്ടിൽ ലെയർ, വളരെ നേർത്ത ലെയർ, അതിലുണ്ടാകുന്ന ആ എക്സ്പാൻഷൻ. നല്ല ശരീരത്തിനകത്തേക്ക് വന്ന് അതിനകത്തുള്ള ആ സെൻസേഷൻസിലേക്ക് തിരിച്ചു വരിക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ അവിടെ നടക്കുന്ന ചലനങ്ങൾ, അവിടെ ഉണ്ടാവുന്ന സെൻസേഷൻ. മെല്ലെ ശരീരത്തിന്റെ ആ സോളിഡാരിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുക. becoming more and more solid. Feel the solidity of body. അതിൻ്റെ ആ ഗ്രോസ്നെസ് അറിയുക, അതിൻ്റെ ആ കട്ടിങ്. മെല്ലെ കൈകാലുകൾ സ്ട്രെച്ച് ചെയ്ത് കൈകൾ തിരുമ്മി കണ്ണിൽ വെച്ച് സ്വസ്ഥമായി കണ്ണു തുറക്കാം. That's wonderful, friends. നമുക്ക് 9 മണിയായി, മെല്ലെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകാം. ഗുഡ് നൈറ്റ്. എന്ത് സംശയങ്ങളോ ചോദ്യങ്ങളോ എക്സ്പീരിയൻസ് വാട്സാപ്പ് പ്ലാറ്റ്ഫോമിൽ അറിയാൻ താല്പര്യപ്പെടുന്നു. സോ താങ്ക് യു മാം. Thank you. Thank you, ma'am. Good night. Thank you, Good ma'am. night. Good night. Thank you, ma'am. Ma'am, thank you, ma'am.
താങ്ക് യു. Thank you.